2020 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടം നാളെ. മത്സരം നടക്കുന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും പരിശീലനം നടത്തി. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസിഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 ലോകകപ്പിലെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിന് ഇനി ഏതാനും മണിക്കൂറുകളുടെ മാത്രം അകലം. മൂന്നാം കിരീടം ലക്ഷ്യമിട്ട ടീം ഇന്ത്യ സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ കന്നിക്കിരീടമാണ് ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി ലോക കിരീടം നേടിയിട്ടില്ല, സ്വന്തം ഗ്രൗണ്ടിൽ കിരീടം നേടിയിട്ടില്ല, അതോടൊപ്പം തന്നെ 3 തവണ കിരീടം നേടിയിട്ടില്ല. ഈ വലിയ നേട്ടങ്ങളാണ് ടീം ഇന്ത്യയെ നാളെ ഫൈനൽ ജയിച്ചാൽ കാത്തിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ, 1-ാം നമ്പർ ടീം എന്നൊക്കെ തന്നെ വലിയ കരുത്തുമായാണ് ഇന്ത്യ ലോകകപ്പിനെത്തിയത്. ടൂർണമെൻറ്റിൽ ദക്ഷിണാഫ്രിക്കയോടേറ്റ ഒരേ ഒരു തോൽവി മാത്രമാണ് ഇന്ത്യക്ക് കുറവായി പറയാനുള്ളത്. പക്ഷേ ഫൈനലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നും ഇന്ത്യ വീണ്ടും കിരീടം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഇരു ടീമുകളും ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. ആദ്യം ന്യൂസിലാൻഡ് ടീമാണ് പരിശീലനത്തിനെത്തിയത്. ദീർഘനേരം 2 മണി മുതൽ 5 മണി വരെ ന്യൂസിലാൻഡ് ടീം പരിശീലനം നടത്തി. അതിനിടെ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ വാർത്താസമ്മേളനത്തിലെത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് ആയിരിക്കാം, പക്ഷേ തങ്ങളുടെ ഗെയിം കളിക്കുമെന്നും ഇന്ത്യയെ കീഴടക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് മിച്ചൽ സാന്നർ പങ്കുവച്ചത്. അതിനുശേഷം 6 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനം തുടങ്ങിയത്. ഇന്ത്യൻ ടീം അവസാന പിഴവുകളും തീർത്ത് സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താനുള്ള വലിയ പോരാട്ടത്തിലേക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇഷാൻ കിഷനും ഒപ്പം തന്നെ തിലക് വർമ്മയും നമ്മുടെ സഞ്ജു സാംസണും എല്ലാം ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ച കണ്ടു. ബൗളേഴ്സും വരുൺ ചക്രവർത്തിയും കുൽദീപും അടക്കമുള്ള ബൗളർമാരും പരിശീലനം നടത്തുന്നത് കണ്ടു. നാളത്തെ പ്ലേയിങ് 11-ൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നതാണ് വലിയ ആകാംക്ഷ. വാർത്താ സമ്മേളനത്തിലും ഉയർന്നത് ഇതേ ചോദ്യം തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്നത് പ്ലേയിങ് 11-ൽ മാറ്റത്തിന് സാധ്യതയില്ല എന്നതാണ്. വരുൺ ചക്രവർത്തി ഏതെങ്കിലും 1-2 മത്സരത്തിൻ്റെ പുറത്ത് മാറ്റി നിർത്താനാവില്ല. അദ്ദേഹം ലോകത്തെ 1-ാം നമ്പർ ബൗളറാണ് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷേ വരുൺ ചക്രവർത്തിയെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവന്നേക്കാം എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. കുൽദീപ് ഇന്ന് ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കാഴ്ചയും കൊണ്ട്, പക്ഷേ ടീമിൽ വലിയ മാറ്റത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയുടെ ഫോമിനെ കുറിച്ചാണ് ആശങ്ക. പക്ഷേ അഭിഷേക് നിർണായക മത്സരത്തിൽ സ്കോർ ചെയ്യുമെന്ന പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.